ജോലിക്ക് പകരം ഭൂമി കുംഭകോണ കേസിൽ ബീഹാറിൽ RJD നേതാക്കൾ കൂടുതൽ പ്രതിസന്ധിയിൽ. കേസിൽ ലാലു പ്രസാദ് യാദവിന് പിറകെ മകനും ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവിന് ED നോട്ടീസ് നൽകി. കേസിൽ CBI അന്വേഷണവും പുരോഗമിക്കുകയാണ്. ജോലിക്ക് പകരം ഭൂമി കുംഭകോണ കേസിൽ RJD നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും അന്വേഷണ ഏജൻസികളുടെ കുരുക്ക് മുറുകുകയാണ്. ലാലുവിന് പിറകെ മകനും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവിന് അടുത്ത മാസം 5-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. നേരത്തെ നൽകിയ നോട്ടീസിന് തേജസ്വി യാദവ് പ്രതികരിക്കാത്തതോടെയാണ് പുതിയ നോട്ടീസ് നൽകിയത്. നടപടി ബീഹാറിൽ RJDക്കും സഖ്യ സർക്കാരിനും കനത്ത തിരിച്ചടിയുണ്ടാക്കും. നേരത്തെ ലാലുവിന്റെയും തേജസ്വിയുടെയും വസതികളിലും ഓഫീസുകളിലും അന്വേഷണ ഏജൻസി പരിശോധന നടത്തിയിരുന്നു. 2004 മുതൽ 2009 വരെ UPA മന്ത്രിസഭയിൽ ലാലു പ്രസാദ് യാദവ് കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരിക്കെ റെയിൽവേ തസ്തികകളിൽ ജോലി നൽകുന്നതിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തന്റെ ബന്ധുക്കളുടെയും അനുയായികളുടെയും പേരിലേക്ക് ഭൂമി എഴുതി വാങ്ങിയെന്നാണ് കേസ്. ലാലു പ്രസാദ്, ഭാര്യ റാബ്രി ദേവി, മക്കളായ മിസ, ഹേമ, തേജസ്വി യാദവ് എന്നിവരെ പ്രതി ചേർത്ത് CBIയും കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി.